ഹലോ, ഞാൻ വാവാ റോയി. വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. മുരിങ്ങപ്പൂവൊക്കെ വെച്ച് നമ്മൾ തോരനൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടല്ലേ? ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കൊടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഓംലെറ്റ്. ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കാം. നേരെ 1/2 സ്പൂൺ കോൺഫ്ലോർ, 1 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അത് ആ മുട്ടയ്ക്കകത്തോട്ട് ഒഴിച്ച് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇന്ന് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് ഈ മുരിങ്ങപ്പൂ ഇട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇതിന് ചെറിയൊരു ബൗൾ മുരിങ്ങപ്പൂ ഉണ്ട്, അതിട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നമുക്ക് വൃത്തിയായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുരിങ്ങപ്പൂ ഇട്ട് നിങ്ങൾ ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ് ഇത്. വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം. അതിനകത്തോട്ട് ഒരു കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക, ചെറിയ കരിവേപ്പില, അതും കൂടെ ഇട്ട് കൊടുത്ത് അടിച്ചിടാം. ഇത് തവയ്ക്കകത്തോട്ട് ഞാൻ അല്പം ഓയിൽ പരത്തിയിട്ടുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓംലെറ്റിൻ്റെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ബാറ്റർ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചിടാം. ഇനി നമുക്ക് ആ ഓംലെറ്റ് തിരിച്ചിടാം. വീണ്ടും അടച്ചു വെച്ച് ഓംലെറ്റ് നമുക്ക് എടുക്കാം. മുരിങ്ങയുടെ പൂ വെച്ചുള്ള ഓംലെറ്റ് നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി കടന്നു വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.